നമ്മുടെ തൃശ്ശൂര് പൂര എക്സിബിഷൻ വന്നു കഴിഞ്ഞാൽ അത് മിസ്സാക്കാറില്ല കേട്ടോ. അത് ചെറുപ്പം മുതൽ എക്സിബിഷനുള്ള സമയം തുടങ്ങിയിട്ട് എൻ്റെ അപ്പനും അമ്മേനെ കൊണ്ടുപോകാറുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോൾ നമ്മൾ നാട്ടിൽ വന്നേക്കല്ലേ ഈസ്റ്ററിന്. അപ്പൊ ഞങ്ങൾ വിചാരിച്ചു കുറച്ച് പണികളൊക്കെ ഒതുക്കി ഇങ്ങനെ ഈവനിങ് ആയപ്പോൾ അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടം. അപ്പൊ അമ്മ കുറെ പറയുന്നു നിങ്ങൾ വന്നിട്ട് വേണം എക്സിബിഷൻ കാണാൻ. അപ്പൊ ഞങ്ങൾ വിചാരിച്ചു പിന്നെ പണികളൊക്കെ ഒതുങ്ങിയപ്പോൾ അങ്ങോട്ട് ഇറങ്ങാന്ന് വിചാരിച്ചു കേട്ടോ. അപ്പൊ ഞങ്ങൾ എല്ലാവരും കൂടി സെറ്റാക്കി ഇറങ്ങിയിട്ടുണ്ട്. അങ്ങനെ വണ്ടിയൊക്കെ എടുത്ത് നമ്മുടെ വണ്ടി ഇടാനായിട്ട് കുറച്ച് സ്ഥലം കുറവ്, അതുകൊണ്ട് തന്നെ കുറച്ച് പ്രയാസമാണ് എടുക്കാനായിട്ട്. അങ്ങനെ അതൊക്കെ എടുത്ത് നമ്മൾ ഇറങ്ങിയിട്ട് എക്സിബിഷന് പോകുമ്പോൾ പ്രത്യേകിച്ച് അങ്ങനെ വാങ്ങലൊന്നുമില്ല. ജസ്റ്റ് ഇവിടെയൊക്കെ കാണും, ഇങ്ങനെ എന്തെങ്കിലും കുറിക്കാനൊക്കെ മേടിക്കും അങ്ങനെ. പിന്നെ ഭയങ്കര തിരക്കുമല്ല, അപ്പൊ പിന്നെ വാങ്ങല് സമാധാനമായിട്ട് നിന്ന് വാങ്ങലൊന്നും നടക്കില്ല. അങ്ങനെ വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് ഇതാ കാണാൻ കേട്ടോ നമ്മുടെ എക്സിബിഷൻ. അപ്പൊ നിങ്ങൾ പോയിട്ടുണ്ടെങ്കിൽ പറയൂ കേട്ടോ, എക്സിബിഷൻ കാണാൻ പോയോ എങ്ങനെ ഉണ്ടായിരുന്നു എന്നൊക്കെ. അങ്ങനെ നമ്മളിതേ അവിടേക്ക് എത്തി ടിക്കറ്റ് എടുത്തു നമ്മളുടെ ഉള്ളിലേക്ക് കയറിട്ടോ. ഇനി കുറേ അങ്ങോട്ട് എന്താ പറയാ ജംഗമ വസ്തുക്കളുടെ ഒരു മേളം തന്നെയാണ്. അപ്പൊ കുറെ കാണാനുണ്ട്. നമ്മളെല്ലാവരും കാണുന്നതും പിന്നെ അങ്ങനെ വെറൈറ്റി ആയിട്ട് എനിക്ക് തോന്നിയത് ഒരു സംഭവം മാത്രമാണ്, ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പൊ ലേഡീസിന് പറ്റിയ ഐറ്റംസ്, നമ്മുടെ വീട്ടുപകരണങ്ങൾ, ഫുഡ് കഴിക്കാനുള്ള ഐറ്റംസ്, അങ്ങനെ എല്ലാം ഉണ്ട്. അപ്പൊ ഞങ്ങൾ അങ്ങനെ ഒന്നും മേടിച്ചില്ല. അമ്മൂനൊരു എന്താ പറയാ ഗാലക്സിയുടെ ഒരു സ്റ്റിക്കർ ഉണ്ട്, നമ്മൾ ഈ തിളങ്ങണ മാതിരിയുള്ളത് രാത്രി ലൈറ്റ് ഓഫ് ചെയ്യുമ്പോൾ അത് വേണമെന്നിട്ട് അത് മേടിച്ചു കേട്ടോ. പിന്നെ പാർക്കുട്ടനൊരു ആനയുടെ നമ്മുടെ ബബിൾസ് വരുന്നതല്ലേ, അത് വേണമെന്നിട്ട് അതും മേടിച്ചു കൊടുത്തു, ഒരു കളിപ്പാട്ടം അത്ര തന്നെ. പിന്നെ പഴയകാല മിഠായി അങ്ങനെയൊക്കെ മേടിച്ചു കേട്ടോ. അപ്പൊ അമ്മൂന് നമ്മളൊരു ബുക്ക് മേടിച്ചു കൊടുത്തു ഗാലക്സിയുടെ സ്റ്റിക്കറിന്റെ. പിന്നെ കുറെ ഫ്ലവേഴ്സും പാർക്കുട്ടൻ നമ്മുടെ ആനേനെയും കൂടി മേടിച്ചു കൊടുത്തു, ബബിൾസ്. അങ്ങനെ നമ്മളിങ്ങനെ കുറെ കണ്ടു കഴിഞ്ഞപ്പോ പോപ്കോണിന്റെ അവിടെ എത്തിയപ്പോ നമ്മളിങ്ങനെ അവിടെ തന്നെ പ്രിപ്പയർ ചെയ്ത് അങ്ങനെ ചൂടോടെ കിട്ടുന്നുണ്ട്. അപ്പൊ പിന്നെ അതങ്ങനെ മേടിച്ചു, പോപ്കോൺ മേടിച്ചു. പിന്നെ ഈ ആക്ടിവിറ്റീസ് ആണ്, ബോട്ട് ഉണ്ട്, നമ്മുടെ എന്താ പറയാ യന്ത്രൂഞ്ഞാൽ, അതെല്ലാം ഉണ്ട് കേട്ടോ. അപ്പൊ നമ്മൾ സ്വീറ്റ് കോണിന്റെ സ്വീറ്റ് ആയിട്ടും അതുപോലെ തന്നെ സോൾട്ട് ആയിട്ടുള്ള 2 പാത്രം മേടിച്ചു, അതായത് 2 മിക്സിങ് മേടിച്ചു കേട്ടോ. അങ്ങനെ അത് കഴിച്ചു. പിന്നെ അമ്മൂന് ഇതായി ഒരു ഇങ്ങനെ പിരിഞ്ഞിട്ടുള്ള പൊട്ടറ്റോ ഫ്രൈ വേണമെന്ന് പറഞ്ഞിട്ട് അതും മേടിച്ചു കേട്ടോ. അങ്ങനെ കുറച്ചങ്ങോട്ട് നടന്നു കഴിഞ്ഞപ്പോ പിന്നെ എനിക്ക് നല്ല വെറൈറ്റി ആയിട്ട് തോന്നിയത് ഞാനൊരു സംഭവം കണ്ടു. അവിടെ നമ്മുടെ ഫോളോവേഴ്സ് ഉണ്ടായിരുന്നു കേട്ടോ അവിടെ സംഭവത്തിൽ. എന്താന്ന് പറയാ, വേറെ ഒന്നുമില്ല, നമ്മളിങ്ങനെ നമ്മൾ നിൽക്കുന്നിടത്തൊക്കെ ഫുള്ള് എന്താ പറയാ നമ്മുടെ സ്ക്രീൻ, നമ്മൾ നിൽക്കുന്നതൊക്കെ സ്ക്രീനിലാണ്. ആ സ്ക്രീനിന്റെ കൂടെ നമ്മളിങ്ങനെ 3D ഇഫക്റ്റ് ഉള്ള ഫിലിംസ് ഒക്കെ കാണില്ലേ, അതിന്റെ ഒരു പവർ ആട്ടോ. അതിന്റെ ഇടയിൽ പാർക്കുട്ടനെ നമ്മൾ ആനേരെ അടുത്ത് നിർത്തി ഫോട്ടോ എടുക്കണം എന്ന് പറഞ്ഞിട്ട് പാർക്കുട്ടനെ ഫോട്ടോ എടുത്തു. അങ്ങനെ ഇതാണ് സംഭവം കേട്ടോ. ഇത് അലാവുദ്ദീന്റെ കഥയാണ്. നമ്മളിങ്ങനെ ആ 3Dയുടെ ആ ഒരു സ്ക്രീനിൽ നിന്ന് കഴിഞ്ഞ് ചെരുപ്പിടരുത് നിന്നിട്ട് നമ്മളിങ്ങനെ കാണുമ്പോൾ നമ്മൾ അതിന്റെ കൂടെ അങ്ങനെ മൂവ് ചെയ്യണ പോലെ തോന്നും, കണ്ടില്ലേ? ഭയങ്കര രസമായിരുന്നു അത്. അതെനിക്ക് കുറച്ച് നന്നായിട്ട് തോന്നി, ഇപ്രാവശ്യം ഒരു വെറൈറ്റി ആയിട്ട് തോന്നി കേട്ടോ. അത് ചെറുതായിട്ട് നമ്മളിങ്ങനെ ഇറങ്ങണ മതി നമുക്ക് തോന്നും. പിന്നെ നമുക്കിങ്ങനെ എന്താ പറയാ നമ്മുടെ ഫ്രണ്ടിലേക്ക് ഇങ്ങനെ വരുന്ന ആ ഒരു മാജിക് ഷീറ്റ് ഒക്കെ ഇല്ലേ, മാറ്റ്, അതിലൊക്കെ നിന്ന് നമ്മളിങ്ങനെ പോകുന്ന പോലെയൊക്കെ തോന്നും. പിന്നെ നമുക്കിത് അങ്ങനെ പിടിക്കാം, ഞാൻ ഇങ്ങനെ പിടിക്കാനൊക്കെ നോക്കിട്ടോ കോയിൻസ് ഒക്കെ ചുമ്മാ.